കഴക്കൂട്ടത്ത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ 3 പേർ പോലീസ് പിടിയിൽ. നാടൻ ബോംബെറിഞ്ഞ് നാട് വിറപ്പിച്ച ഗുണ്ടകളാണ് പോലീസ് പിടിയിലായത്. കഴക്കൂട്ടത്തും സമീപ പ്രദേശങ്ങളിലും ഗുണ്ടാവിളയാട്ടം നടത്തിയ 3 പേരെയാണ് കഴക്കൂട്ടം പോലീസ് പിടികൂടിയത്. കടനംകുളം സ്വദേശി പഞ്ചായത്തുണ്ണി എന്ന് വിളിക്കുന്ന രതീഷ്, ഐരൂപ്പാറ സ്വദേശി ഐരൂപ്പാറ കുട്ടൻ എന്ന് വിളിക്കുന്ന സുനിൽകുമാർ, കഴക്കൂട്ടം സ്വദേശി അപ്പാവി നിസാം എന്ന് വിളിക്കുന്ന നിസാം എന്നിവരാണ് പിടിയിലായത്. ഇതിൽ സംഘത്തലവനായ പഞ്ചായത്തുണ്ണിയുടെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി 40ഓളം കേസുകളുണ്ട്. മറ്റു 2 പേരുടെ പേരിലും 20ഉം 10ഉം കേസുകളുണ്ട്. ഈ ഗുണ്ടാ സംഘത്തിന്റെ പേരിലുള്ള കേസുകൾ ഇങ്ങനെ: തേക്കേമുട്ടിൽ വായനശാല കെട്ടിടത്തിൽ നാടൻ ബോംബെറിഞ്ഞ് ഭീതി പരത്തി വായനശാലയിൽ ഉണ്ടായിരുന്നവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പുത്തൻതോപ്പ് സ്വദേശിയായ യുവാവിനെ ബലം പ്രയോഗിച്ച കടത്തിക്കൊണ്ടുപോയി വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം വഴിയിൽ ഉപേക്ഷിച്ചു. സെന്റ് ആൻഡ്രൂസ് സ്വദേശിയിൽ നിന്ന് പണവും മൊബൈലും കവർന്ന മറ്റൊരു കേസ്. മേനംകുളത്ത് ഭാര്യയെയും ഭർത്താവിനെയും വീട് കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചതുൾപ്പെടെ കൊലപാതക കേസുകളിലും ഇവർ പ്രതികളാണ്. ഇതിൽ പഞ്ചായത്തുണ്ണി എന്ന സംഘത്തലവൻ നാടൻ ബോംബുണ്ടാക്കാൻ വിരുദ്ധനാണെന്നാണ് കഴക്കൂട്ടം പോലീസിന്റെ ഭാഷ്യം. കഴക്കൂട്ടം സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വെട്ടുകത്തി തുടങ്ങിയ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആളുകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തുണ്ണി എന്ന് വിളിക്കുന്ന രതീഷ്, ഐരൂപ്പാറ കുട്ടൻ എന്ന് വിളിക്കുന്ന സുനിൽകുമാർ, അപ്പാവി എന്ന് വിളിക്കുന്ന നിസാം എന്നിവരെ അറസ്റ്റ് ചെയ്തു. മേനംകുളം, കഠിനംകുളം പ്രദേശങ്ങളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റ് ചെയ്ത പ്രതികൾ. പ്രധാനമായും ഗുണ്ടാപിരിവ് നടത്തുക, പിരിവ് കൊടുക്കാത്ത ആളുകളെ വീട് കയറി ദേഹോപദ്രവം ഏൽപ്പിക്കുക, ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ രീതി. ഇതിനു മുമ്പ് പഞ്ചായത്തുണ്ണിയെ പിടികൂടിയെങ്കിലും കഴക്കൂട്ടം സ്റ്റേഷനിൽ നിന്ന് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. എസി വിനോസ്, കഴക്കൂട്ടം.